ടോപ്പിക് ഗൗട്ട് ആണ്. ഗൗട്ട് പറയുന്നതിന് മുന്നേ യൂറിക് ആസിഡ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് പറയാം ബോഡിയിൽ. നമ്മൾ ഇത് ബയോകെമിസ്ട്രിയിൽ പഠിച്ചതാ, പ്യൂരിൻ മെറ്റബോളിക് പാത്വേ. അതായത് പ്യൂരിൻസ് ഇല്ലേ, അഡ്നിൻ ഗ്വാനിൻ ഒക്കെ മെറ്റബോളൈസ് ചെയ്ത് ഉണ്ടാവുന്ന ലാസ്റ്റ് എൻഡ് പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അഡ്നിൻ ഗ്വാനിൻ ഒക്കെ ജസ്റ്റ് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, ഓർക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഹലോ ഹലോ ഇപ്പൊ ഇവിടെ നോക്കേണ്ട കാര്യം ഹൈപ്പോക്സാന്തൈൻ ആക്കി മാറ്റുന്നതും സാന്തൈൻ യൂറിക് ആസിഡ് ആക്കി മാറ്റുന്നതും സാന്തൈൻ ഓക്സിഡേസ് ആണ്. അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ യൂറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ വരുന്നത് എങ്ങനെയാ? ഡയറ്റ് വഴി. 1/3 ഡയറ്റ് വഴിയും 2/3 ഈ എൻഡോജിനസ് പ്യൂരിൻ മെറ്റബോളിസം വഴിയാണ് ഡയറ്റിൽ വരുന്നത്. ഈ പറഞ്ഞ മെറ്റബോളിസം എൻഡോജിനസ് പ്യൂരിൻ മെറ്റബോളിസം വഴിയാണ് 2/3 വരുന്നത്. ഓക്കെ, യൂറിക് ആസിഡിനെ എക്സ്ക്രീറ്റ് ചെയ്തതിന് 2/3 is eliminated by the kidney and 1/3 by the gut. Okay, 70% കിഡ്നിയാണ് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നത്. ഓക്കെ, യൂറിക് ആസിഡ് ഇസ് ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് പ്യൂരിൻ മെറ്റബോളിസം, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ യൂറിക് ആസിഡ് ലെവൽ ബോഡിയിൽ കൂടണമെങ്കിൽ ഇവിടെ ഒന്നിൽ യൂറിക് ആസിഡ് കുറയണം, അല്ലെങ്കിൽ യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ കുറയണം, അല്ലെങ്കിൽ ഈ മറ്റേ യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ കൂടണം, അല്ലെങ്കിൽ ഇൻടേക്ക് ഡയറ്ററി ഇൻടേക്ക് കൂടണം. ഈ മൂന്ന് യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ കൂടണം, അല്ലെങ്കിൽ എക്സ്ക്രീഷൻ കുറയണം, അല്ലെങ്കിൽ ഡയറ്ററി ഇൻടേക്ക് ഓഫ് ദ പ്യൂരിൻ കൂടണം. ഈ 3 വഴിയാണ് നമ്മുടെ യൂറിക് ആസിഡ് ലെവൽ ബ്ലഡിൽ കൂടുന്നത്. ഓക്കെ, ഇത് ഞാൻ പിന്നെ പറയാം. അപ്പം ഈ നമുക്ക് ഹൈപ്പർ യൂറിസീമിയ ഉണ്ടെന്ന് പറയുന്നത് എത്ര? മെയിൽസിൽ മോർ ദാൻ 6.8 mg/dl ഫീമെയിൽസിൽ മോർ ദാൻ 6 mg/dl ആകുമ്പോഴാണ് നമ്മൾ ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹൈപ്പർ യൂറിസീമിയ 3 തരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാം. ഒന്നിൽ അസിംപ്റ്റമാറ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ ജോയിന്റ് മാനിഫെസ്റ്റേഷൻസ് കാണിക്കാം, അല്ലെങ്കിൽ റീനൽ മാനിഫെസ്റ്റേഷൻസ് കാണിക്കാം. ജോയിന്റ് മാനിഫെസ്റ്റേഷൻ ആണ് ഗൗട്ട് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ടോപ്പിക്. ഓക്കെ ഓക്കെ അപ്പൊ ഗൗട്ട് എന്ന് പറയുന്ന ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് കോസ്ഡ് ബൈ ഡെപ്പോസിഷൻ ഓഫ് MSUM ക്രിസ്റ്റൽസ്, അതായത് യൂറേറ്റ് ക്രിസ്റ്റൽസ് ഉദ്ദേശിക്കുന്ന ഇൻ ആൻഡ് അറൌണ്ട് ദ സൈനോവിയൽ ജോയിന്റ്സ്. MSUM എന്ന് വെച്ചാൽ മോണോസോഡിയം യൂറേറ്റ് മോണോഹൈഡ്രേറ്റ് ക്രിസ്റ്റൽസ് ആണ്. ഏതാണോ? മോണോസോഡിയം യൂറേറ്റ് മോണോഹൈഡ്രേറ്റ് ക്രിസ്റ്റൽസ് ആണ്, അതായത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് എന്നത്. ഓക്കെ, അത് നമ്മുടെ ജോയിന്റ്സിലൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് വരുന്നതാണ് ഗൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ക്രിസ്റ്റൽ ഇൻഡ്യൂസ്ഡ് ആർത്രൈറ്റിസ്. ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് അല്ലേ അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇറ്റ്സ് എ ക്രിസ്റ്റൽ ഇൻഡ്യൂസ്ഡ് ആർത്രൈറ്റിസ്. വേറെ കുറെ ക്രിസ്റ്റൽ ഇൻഡ്യൂസ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, പിന്നെ ഇതിന്റെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് കൂടുതലും മെയിൽസിലാണ് കാണുന്നത്. മെയിൽസിലാണല്ലോ നമ്മൾ യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് കാണുന്നത്. മോർ ദാൻ 6.8 അല്ലേ ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്നത്. മെയിൽസിൽ എനിക്ക് തോന്നുന്നു 3 to 6.8 ആണ് നോർമൽ ലെവൽ. ഫീമെയിൽസിൽ 2.4 to 6 അറൌണ്ട് ദാറ്റ് റേഞ്ച്. ഓക്കെ, കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഓക്കെ, ഓക്കെ, ഇപ്പം മെയിൽസിൽ 5:1 റേഷ്യോയിലാണ് ഇത് കാണുന്നത്. അതായത് മെയിൽസിലാണ് കൂടുതൽ കാണുന്നത്. പിന്നെ അഡ്വാൻസിങ് ഏജിൽ കൂടുതൽ കാണും. പിന്നെ ഒബിസിറ്റി, മെറ്റബോളിക് സിൻഡ്രോം, പിന്നെ increase serum uric acid level. Okay, these are the risk factors seen in gout. Okay. Okay. മനസ്സിലായോ? ഹലോ. ഓക്കെ, പിന്നെ ക്രിസ്റ്റൽ ഫോർമേഷൻ. ഈ ക്രിസ്റ്റൽസ് എങ്ങനെ ഫോം ചെയ്യുന്നത്? അതായത് ഹൈപ്പർ യൂറിസമിക് പേഷ്യന്റിൽ ഇപ്പം മെയിൽസ് ആണെങ്കിൽ മോർ ദാൻ 6.8 ഫീമെയിൽസിൽ മോർ ദാൻ 6 mg/dl ആണ് ഹൈപ്പർ യൂറിസീമിയ. ഈ പേഷ്യൻസിൽ ഈ യൂറിക് ആസിഡ് ലെവൽ കൂടിയിട്ട് അഡിക്വേറ്റ് pH, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആവുമ്പോഴത്തേക്ക് ഇത് ക്രിസ്റ്റൽ ഫോം ചെയ്ത് നമ്മുടെ കാർട്ടിലേജിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. ഇതാണ് കാർട്ടിലേജ് ആണ് കാണിക്കുന്നത്. ഇത് ബോൺ, ഇത് കാർട്ടിലേജ് വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും. കുത്തുണ്ടോ? അത് അവിടെ അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഈ നമ്മുടെ സെറം യൂറിക് ആസിഡ് ലെവൽ എന്തെങ്കിലും വേരിയേഷൻ വരുമ്പോൾ ഇത് വെളിയിൽ വന്ന് നമ്മുടെ ജോയിന്റ് സ്പേസിൽ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഗൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 2 തരത്തിൽ ഇത് വരാം.
ഡിസൊല്യൂഷൻ ആൻഡ് ഷെഡിങ് എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ട്രോമ അല്ലെങ്കിൽ സർജറി അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ വന്നിട്ട് ഇത് ഷെഡ് ചെയ്യാം ടു ദ ജോയിന്റ് സ്പേസ്, അല്ലെങ്കിൽ റാപ്പിഡ് റെഡ്യൂസ് ഇൻ ദ സെറം യൂറിക് ആസിഡ് ലെവൽ അവരെ ഇത് ഷെഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ നമ്മൾ ഡ്രഗ്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ അലോപിരിനോളൊക്കെ കഴിച്ചിട്ട് അത് ട്രീറ്റ്മെന്റ് പറയും കേട്ടോ ഒന്നുകൂടെ. യൂറിക് ആസിഡ് ലെവൽ കുറയുമ്പം ഇത് ഡിസോൾവ് ചെയ്യാം. കാര്യം ഹൈപ്പർ യൂറിസമിക് പേഷ്യൻസിൽ ഇത് വന്ന് അക്യുമുലേറ്റ് ചെയ്യും ഈ കാർട്ടിലേജിൽ. പിന്നെ നമ്മുടെ എന്തെങ്കിലും ഓൾട്ടറേഷൻ ഉണ്ടെങ്കിൽ സെറം യൂറിക് ആസിഡ് ലെവൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുമ്പോഴാണ് ഇത് ജോയിന്റ് സ്പേസിലോട്ട് വന്ന് കിടക്കുന്നത്, ക്രിസ്റ്റൽസ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, അത്ര അറിഞ്ഞാൽ മതി. അതായത് ഈ പടത്തിൽ അതാ കാണിക്കുന്നത്. ഹൈപ്പർ യൂറിസമിക് പേഷ്യൻസിൽ അഡിക്വേറ്റ് pH ടെമ്പറേച്ചർ പ്രഷറിൽ ഇത് വന്ന് കാർട്ടിലേജിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ, ട്രോമ, റാപ്പിഡ് റെഡ്യൂസ് ഇൻ ദ സെല്യൂട്ട് ലെവൽസ് ആകുമ്പോഴത്തേക്ക് ഇത് ഷെഡ് ചെയ്യും. ക്രിസ്റ്റൽസ് അതേപോലെ ഷെഡ് ചെയ്യും. അല്ലെങ്കിൽ സെല്യൂട്ട് ലെവൽ അല്ലാതെ കുറയുവാണെങ്കിൽ ഡിസോൾവ് ചെയ്യും. പിന്നെ പിന്നെ കോസ് ഓഫ് ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒന്നിൽ റീനൽ എക്സ്ക്രീഷൻ കുറയണം, അല്ലെങ്കിൽ യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ കൂടണം, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ഇൻടേക്ക് ഓഫ് പ്യൂരിൻ ഉണ്ടാവണം. അപ്പം റീനൽ 90% ഓഫ് ദ കേസസിലും കോസ് ഇതാ, ജനറ്റിക് കോസാണ് 90%ലും കേട്ടോ. ജനറ്റിക് റെഡ്യൂസ്ഡ് യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ കാരണമാണ് ഹൈപ്പർ യൂറിസീമിയ ഉണ്ടാവുന്നത്. 90% ഓഫ് ദ കേസസ് ജനറ്റിക് കോസ. ഇവിടെ മ്യൂട്ടേഷൻ SLC2A9 മ്യൂട്ടേഷൻ എന്ന് പറയുന്നുണ്ട്. ജീൻ മ്യൂട്ടേഷൻ പറയുന്നത് അത് ഇതിലില്ല, ലുമിനറിൽ ഇങ്ങനെ ഒരു മ്യൂട്ടേഷൻ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഈ മ്യൂട്ടേഷൻ SLC2A ജീൻ എന്ന് പറയുന്നത് GLUT4 റെഗുലേറ്റ്, GLUT4 എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ടർ, മറ്റേ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്ന സംഭവം. ഈ GLUT4 PCTയിലൊക്കെ ഇരിക്കുന്ന സംഭവം കേട്ടോ. അത് നമ്മുടെ യൂറിക് ആസിഡിനെ റീഅബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ റീഅബ്സോർപ്ഷൻ എഫക്ട് ചെയ്ത് there is alteration in the serum uric acid level. Okay. Okay. ഹലോ. അപ്പൊ ഇപ്പൊ മ്യൂട്ടേഷന്റെ കാര്യം ഓർത്തിരിക്കുക. 90% ജനറ്റിക് ആയിട്ടായിരിക്കും ഈ റെഡ്യൂസ്ഡ് യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ ഉണ്ടാവുന്നത്. പിന്നെ വേറെ റീനൽ കോസസ് പറയുന്നത് റീനൽ ഫെയിലിയർ, പിന്നെ ആൽക്കഹോൾ ഇൻടേക്ക് കാരണം ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ട് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് അക്യുമുലേറ്റ് ചെയ്യാം. ഓക്കെ. ഇൻക്രീസ്ഡ് യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന കണ്ടീഷൻസ് എല്ലാം പറയുന്നുണ്ട്. മൈലോ പ്രോളിഫറേറ്റീവ് ഡിസീസസ്, ലിംഫോ പ്രോളിഫറേറ്റീവ് ഡിസീസ്, ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ്. ഇതൊരു ബോക്സ് ആയിട്ട് ടെക്സ്റ്റിൽ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഇൻഹെറിറ്റഡ് ഒരു ഇത് പറയുന്നത് ലെഷ് നൈഹാൻ സിൻഡ്രോം. അവിടെ HPRT ജീൻ മ്യൂട്ടേഷൻ ആണ് കാണുന്നത് കേട്ടോ. എന്നുവെച്ചാൽ HPRT എന്ന് പറയുന്ന ഇതുണ്ടോ, ഇതില് ഈ HPRT ഹൈപ്പോസാന്തൈന ഇനോസിൻ മോണോഫോസ്ഫേറ്റ് ആക്കി മാറ്റും, ഗ്വാനിന മറ്റേ ഗ്വാനോസിൻ മോണോഫോസ്ഫേറ്റ് ആക്കി മാറ്റുക ചെയ്യുന്നത്. അപ്പൊ HPRT എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഹൈപ്പോസാന്തൈൻ കൂടത്തില്ലേ, ഗ്വാനിൻ കൂടും, അങ്ങനെ യൂറിക് ആസിഡ് ലെവൽ കൂടത്തില്ലേ. അപ്പൊ അങ്ങനെയാണ്. ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ മനസ്സിലാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ HPRT ജീൻ മ്യൂട്ടേഷൻ വരും, അതിനെ വിളിക്കുന്ന പേരാണ് ലെഷ് നൈഹാൻ സിൻഡ്രോം. അപ്പൊ അതൊരു കോസ് ഓഫ് ഇൻക്രീസ് യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ ആണ്. പിന്നെ ഇൻക്രീസ്ഡ് ഇൻടേക്ക്, പ്യൂരിൻ റിച്ച് ഡയറ്റ് ഒത്തിരി കഴിച്ചാൽ അതൊരു റിസ്ക് ഫാക്ടർ ആണ്. ഇപ്പം അതായത് റെഡ് മീറ്റ്, സീ ഫുഡ്, പിന്നെ ആൽക്കഹോൾ ആർ ഓൾ ഇൻക്രീസ്ഡ് പ്യൂരിൻ കണ്ടന്റ് ഉള്ള ഡയറ്റ് ആണ്. ഓക്കെ. റെഡ് മീറ്റ് എന്ന് വെച്ചാൽ ബീഫ്, മട്ടൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, സീ ഫുഡ്, ആൽക്കഹോൾ, ഓക്കെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആർ ഓൾ റിച്ച് ഇൻ പ്യൂരിൻസ്. ഓക്കെ. എപ്പോഴും ഈ യൂറിക് ആസിഡ് ലെവൽ കൂടുതലുള്ള ആൾക്കാർക്ക് എപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ. പിന്നെ ഹൈപ്പർ യൂറിസീമിയ ഞാൻ പറഞ്ഞു, മൂന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. അസിംറ്റമാറ്റിക്, പിന്നെ ജോയിന്റ് മാനിഫെസ്റ്റേഷനും റീനൽ മാനിഫെസ്റ്റേഷനും. ഇപ്പൊ ഗൗട്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്റ്റൽ ഫോർമേഷൻ പറഞ്ഞു. അപ്പൊ ഇത് എങ്ങനെയൊക്കെ ഉണ്ടാവുന്ന 90% ഓഫ് ദ കേസസും ജനറ്റിക് ആയിട്ട് റെഡ്യൂസ്ഡ് യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ കാരണമാണ് ഇത് വരുന്നത്. ഓക്കെ. പിന്നെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞത് തന്നെ
റിസ്ക് ഫാക്ടേഴ്സ് മറ്റേ ആൽക്കഹോൾ ഇൻടേക്ക്, പ്യൂർ റിച്ച് ഡയറ്റ് ഇൻടേക്ക് കാരണം. പിന്നെ ഗൗട്ട് ഡ്യൂ ടു ലെഡ് പോയ്സണിങ് എന്നൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു ലൈനൊക്കെ ഉള്ളൂ ഇത് ടെക്സ്റ്റ് ലൈന. പിന്നെ ലെഷ്നൈഹാൻ സിൻഡ്രോം, HPRT മ്യൂട്ടേഷൻ കാരണം വരുന്ന. പിന്നെ പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസ് അണ്ടർഗോയിങ് എനി കീമോതെറാപ്പി അങ്ങനെയുള്ളവർക്ക് പ്യൂരിൻ കണ്ടന്റ് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ മറ്റേ ഈ SLC2A9 മ്യൂട്ടേഷൻ കാര്യം പറഞ്ഞില്ല. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിലോട്ട് പോകാം. ഇനിയുള്ള ഇമ്പോർട്ടൻ്റ് കേട്ടോ, ഇത് ഞാൻ ഓടിച്ചിട്ടോ. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആദ്യം അക്യൂട്ട് ഗൗട്ട് അറ്റാക്കിന്റെ കാര്യം പറയുന്നത്. അക്യൂട്ട് ഉണ്ട്, ക്രോണിക് ഉണ്ട്. അക്യൂട്ടിലാകുമ്പോൾ പേഷ്യന്റ് എപ്പോഴും പ്രസന്റ് ചെയ്യുന്ന അക്യൂട്ട് മോണോ ആർത്രൈറ്റിസ് ആയിരിക്കും. അതായത് ഒരു ജോയിന്റ് ആയിരിക്കും ആദ്യം എഫക്ട് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺലി ഫസ്റ്റ് MTP ജോയിന്റ്, മെറ്റാടാർസോഫലാൻജിയൽ ജോയിന്റിലേക്കും ആദ്യം എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ബയോകെമിസ്ട്രിയിൽ പഠിച്ചായിരുന്നല്ലോ ഇത്. ഫസ്റ്റ് MTP ജോയിന്റിലേക്കും ആദ്യം എഫക്ട് ചെയ്യുന്ന 50% ഓഫ് കേസസും ആദ്യം ഇവിടെയൊക്കെ എഫക്ട് ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് ഭയങ്കര എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ആയിരിക്കും, സഡൻ ഓൺസെറ്റ് ആയിരിക്കും പെയിൻ ഒക്കെ. പിന്നെ 2 to 6 hours ഇത് മാക്സിമം സിവിയറിറ്റി എത്തും. ഭയങ്കര പെയിൻ ആയി, നമ്മൾ ബയോകെമിസ്ട്രി പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഭയങ്കര പെയിൻ ആയിരിക്കും, പിന്നെ രാവിലെ വേദനിച്ചിട്ട് ഇനിക്കും എന്നൊക്കെ മാം പറയുന്നുണ്ട്. ശ്രീവിദ്യ മിസ്. അപ്പോൾ സഡൻ ഓൺസെറ്റ് പെയിൻ ആയിരിക്കും. പെയിൻ കൂടി വിത്തിൻ 2 to 6 hours ഇത് മാക്സിമം സിവിയറിറ്റി എത്തും. ഓക്കെ, മോസ്റ്റ് കോമൺലി അസിമെട്രിക് ആയിരിക്കും, ഒരു കാലിൽ മാത്രമേ എഫക്ട് ചെയ്യത്തുള്ളൂ, കാലിലാണെങ്കിൽ. പിന്നെ സിവിയർ പെയിൻ, എക്സ്ട്രീം പെയിൻ ആയിരിക്കും. പിന്നെ ഭയങ്കര ടെക്സ്റ്റിലൊക്കെ പറയുന്ന വേർസ്റ്റ് പെയിൻ എവർ എന്നൊക്കെയാണ് പേഷ്യന്റ് പറയുന്നത്. ഓക്കെ, പിന്നെ ഭയങ്കര ടെൻഡർ ആയിരിക്കും, നമ്മൾ തൊടാൻ പോലും സമ്മതിക്കത്തില്ല, അമ്മാതിരി പെയിൻ ആയിരിക്കും. പിന്നെ വെളിയിൽ നോക്കുമ്പോൾ ഇൽ ബി റെഡ് സ്വോളൻ ജോയിന്റ് ആയിരിക്കും. പിന്നെ സൈൻസ് ഓഫ് ഇൻഫ്ലമേഷൻ കാണാൻ പറ്റും. ഭയങ്കര സ്വോളൻ, ഞാൻ പടം കാണിച്ചു തരാം കേട്ടോ. സ്വോളൻ ജോയിന്റ് ആയിരിക്കും, അത് കാരണം ഷൈനി സ്കിന്നൊക്കെ ആയിരിക്കും. പിന്നെ ഇറ്റ് സെൽഫ് ലിമിറ്റിംഗ്, വിത്തിൻ എ ഫ്യൂ ഡേയ്സ് സെൽഫ് ലിമിറ്റ് തന്നെ പൊയ്ക്കോളും. ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ പോലും തന്നെ അത് സെൽഫ് ലിമിറ്റ് ചെയ്ത് പൊയ്ക്കോളും. പക്ഷെ നമ്മൾ അത് ട്രീറ്റ്മെന്റ് എടുക്കണം. കാര്യം പിന്നെ അത് നമ്മൾ ടെൻഡൻസും ജോയിന്റ്സും ഒക്കെ ഡീജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഈ ക്രിസ്റ്റൽസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ലാർജ് ജോയിന്റ്സ് എഫക്ട് ചെയ്യുന്നെങ്കിൽ, ലാർജ് ജോയിന്റ്സ് മറ്റേ നീ ജോയിന്റ്, അങ്ങനത്തെ വലിയ ജോയിന്റ്സ് എഫക്ട് ചെയ്യുന്ന ഫീവർ മെലേസ് ഒക്കെ കാണാൻ പറ്റും. ഇതിന്റെ പടം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, എൽബോ ജോയിന്റ് എഫക്ട് ചെയ്ത, ഫലാൻജിയൽ ജോയിന്റ് ഭയങ്കര റെഡ് ആയിരിക്കും, സ്വെള്ളൻ ആണ്, ഷൈനി സ്കിന്നാണ്. പിന്നെ അല്ലേ, സൈൻസ് ഓഫ് ഇൻഫ്ലമേഷൻ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതാണ് മോസ്റ്റ് കോമൺ സൈറ്റ്, നമ്മുടെ ഫസ്റ്റ് മെത്തഡ് ഓഫ് ഫലാൻജിയൽ ജോയിന്റ്. ഓക്കെ, പിന്നെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് പറയുന്നത് എന്തായിരിക്കും? ഏകദേശം സെല്ലുലൈറ്റിസ് ഒക്കെ പോലെ ഇല്ലേ? അപ്പൊ ഇൻഫെക്റ്റീവ് സെല്ലുലൈറ്റിസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സെപ്റ്റിക് ആർത്രൈറ്റിസ്, ഈ ഗൗട്ട് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണല്ലോ, സോ യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ഇറ്റ് ഫ്രം സെപ്റ്റിക് ആർത്രൈറ്റിസ്. പിന്നെ സെല്ലുലൈറ്റിസ് ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ചില ആൾക്കാരിൽ നമുക്ക് ക്ലസ്റ്റർ അറ്റാക്സ് കാണാൻ പറ്റും. അതായത് ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറഞ്ഞ സിവിയർ ഓൺസെറ്റ് പെയിന് ഭയങ്കരമായിട്ട് കൂടി അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല, അമ്മാതിരി പെയിൻ ആയിരിക്കും. അതാണ് അറ്റാക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ ക്ലസ്റ്റർ ഓഫ് അറ്റാക്സ് വരും. ഒരു അറ്റാക്ക് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും വരും, അങ്ങനെ റെക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും ചില ആൾക്കാരിലെ. ഓക്കെ, പിന്നെ ചിലർക്കാണെങ്കിൽ മോർ ദാൻ 1 ജോയിന്റ് എഫക്ട് ചെയ്യും. ഇപ്പം ഒരു തവണ MTP ജോയിന്റിലേക്കും പിന്നെ അടുത്ത തവണ ചിലപ്പോൾ വേറെ ഏതെങ്കിലും നീ ജോയിന്റിലേക്കും വരുന്നത്. പക്ഷെ സൈമൾട്ടേനിയസ് ആയിട്ട് 2 ജോയിന്റ്സിൽ വരത്തില്ല, ഒരു അറ്റാക്കിൽ തന്നെ 2 ജോയിന്റ് വരത്തില്ല. ഓക്കെ, സൈമൾട്ടേനിയസ് പോളി ആർട്ടിക്കുലർ ഇസ് വരത്തില്ല എന്നല്ല, അൺകോമൺ ആണ്. ഓക്കെ, മോർ ദാൻ 1 ജോയിന്റ് ഒരു സിംഗിൾ അറ്റാക്കിൽ വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ ഇത് ടീനോസൈനോവൈറ്റ്, ഇൻ സൈൻസ് ഓഫ് ഇൻഫ്ലമേഷൻ കാണുമെന്ന് പറഞ്ഞില്ല, എല്ലായിടും ഇൻഫ്ലമേഷൻ, ടീനോസൈനോവൈറ്റിസ്, സെല്ലുലൈറ്റിസ്, സ്പെർസൈറ്റിസ് ആയിട്ടൊക്കെ. പിന്നെ ഇതാണ് ഗൗട്ടി ആർത്രൈറ്റിസ്, നമ്മുടെ യൂറിക് ആസിഡ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തോണ്ടോ. ഈ ടോഫി ഒക്കെ പിന്നെ പറയുവേ. അപ്പൊ ഈ അക്യൂട്ട് ഗൗട്ട് ഉള്ള ആൾക്കാർ പിന്നെ കുറെ വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ക്രോണിക് ഗൗട്ടായിട്ട് മാറുന്നത്. ഓക്കെ, ഒത്തിരി വർഷം കഴിഞ്ഞ് ക്രോണിക് ഗൗട്ടായിട്ട് മാറും. ഇപ്പം അല്ലെങ്കിൽ ചിലർക്ക് മൾട്ടിപ്പിൾ അക്യൂട്ട് ഗൗട്ട് അറ്റാക്സ് ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് അത് പെട്ടെന്ന് തന്നെ ക്രോണിക് ആയിട്ട് മാറും. ക്രോണിക് എന്ന് പറഞ്ഞാൽ അവിടെ ടോഫി ഉണ്ടാവും. ഇറ്റ് ഈസ് എ മാർക്കർ ഓഫ് ക്രോണിക് ഗൗട്ട്. ഓക്കെ,
ടോഫി is the marker of chronic gout. ടോഫി എന്ന് പറയുന്നത് it is irregular firm nodules. വൈറ്റ് ഇൻ കളർ ആണ്, ഇറഗുലർ ഫോം നോഡ്യൂൾസ്. ഇറ്റ് ഇസ് ദ മാർക്കർ ഓഫ് ക്രോണിക് ഗൗട്ട്. ടോഫി വന്നു കഴിഞ്ഞാൽ ക്രോണിക് ഗൗട്ട് ആണെന്ന് മനസ്സിലാവും. ഓക്കെ. പിന്നെ ഇവിടെ ടോഫി പെയിൻലെസ് ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിന്റെ ചുറ്റും ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ കാരണം അത് പിന്നെ പെയിൻ ആവും. ഓക്കെ, ക്രോണിക് പെയിൻ ആവും പറയുന്നുണ്ട്. പിന്നെ ജോയിന്റ് ഡിഫോമിറ്റി, ഡാമേജ്, ജോയിന്റ് ഡാമേജ് ഒക്കെ കാണാൻ പറ്റും പറയുന്നുണ്ട്. ഈ ക്രോണിക് ഗൗട്ടിനെ വിളിക്കുന്ന വേറെ പേരാണ് ക്രോണിക് ടോഫേഷ്യസ് ഗൗട്ട്. ഓക്കെ. ടോഫിയുടെ പടം ഞാൻ കാണിച്ചിട്ടുണ്ടോ? ടോഫൈ വൈറ്റ് കളർ മോണോസോഡിയം യൂറേറ്റ് മോണോഹൈഡ്രേറ്റ് ക്രിസ്റ്റൽസ് ആയിരിക്കും, കാണാൻ പറ്റുന്നുണ്ടല്ലോ. റെഗുലർ നോഡ്യൂൾ. ഇത് കോമൺ സൈറ്റ് എന്ന് പറയുന്നത് എന്താ? എക്സ്റ്റെൻസർ സർഫസ് ഓഫ് ദ ഫിംഗേഴ്സ്, ഹാൻഡ്സ്, എൽബോ, അക്യൂലിയസ് ടെൻഡൻ, പിന്നെ ഹെലിക്സ് ഓഫ് ഇയർ, ഇതൊക്കെ സൈറ്റ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ ദിസ് തിങ് എന്താ, ടോഫി മേ അൾസറേറ്റ്, പിന്നെ ഡിസ്ചാർജിങ് വൈറ്റ് ഗ്രിറ്റി മെറ്റീരിയൽ മേ ബി സീൻ ഊസിങ് ഔട്ട് ഓഫ് ഇറ്റ്, പിന്നെ ഇൻഫെക്റ്റഡ് ആവാം, അങ്ങനെയൊക്കെ ഫോം ഇതാവും. ഇത് കണ്ടോ, അക്യൂലിയസ് ടെൻഡന്റെ അവിടെ ടോഫി ഫോം ചെയ്തേ. നമ്മളിങ്ങനെ നെക്കി, ആ ഒരു വീഡിയോ ആയിരുന്നു, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തേ. നെക്കിയപ്പോ ഇതേപോലെ വൈറ്റ് ഊസിങ് മെറ്റീരിയൽ, ഗ്രിറ്റി മെറ്റീരിയൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇതാണ് ടോഫിയുടെ കാര്യം പറയുന്നത്. അൾസറേറ്റ്, ഫോമിങ്, ഡിസ്ചാർജിങ് വൈറ്റ് ഗ്രിറ്റി മെറ്റീരിയൽ, ഇൻഫെക്റ്റഡ് ആവാം. ഓക്കെ, കോമൺ സൈറ്റ്സ് അറിയാലോ. അടുത്ത പറയട്ടെ. പിന്നെ ചില ഡ്രഗ്സ് പ്രസിപ്പിറ്റേറ്റിംഗ് ഗൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കാൻ. പിന്നെ ഒരു ന്യൂമോണിക് ഉണ്ട്, കാണ്ട് ലീപ്പ് എന്ന് പറയുന്ന. കാണ്ട് സി സൈക്ലോഫോസ്ഫമൈഡ്, എ ആസ്പിരിൻ, ലോഡോസ് ആസ്പിരിൻ, എൻ നിയാസിൻ, ടിയും എല്ലും ഡയൂറിറ്റിക് ആണ്. ടി തൈസൈഡ് ഡയൂറിറ്റിക്, എല് ലൂപ്പ് ഡയൂറിറ്റിക്, ഇ എത്താംബ്യൂട്ടോള്, എ ആൽക്കഹോൾ, പി പൈറാസിനമൈഡ്. കാണ്ട് ലീപ്പ് ഡ്രഗ്സ് ദാറ്റ് പ്രസിപ്പിറ്റേറ്റ് ഗൗട്ട് ആണ് ഇത് പറയുന്നത്. ഹലോ, ഹൈപ്പർ യൂറിസമിക് പേഷ്യൻസ് നമ്മൾ ഒരിക്കലും ഈ ഡ്രഗ്സ് കൊടുക്കരുത്. ദേ മേ പ്രസിപ്പിറ്റേറ്റ് ഗൗട്ട്. ഓക്കെ. പിന്നെ ഡയൂറിറ്റിക് ഇൻഡ്യൂസ്ഡ് ഗൗട്ട് ഇൻ ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് ഉള്ള പേഷ്യൻസ് ഹു ആർ ടേക്കിംഗ് തൈസൈഡ് തെറാപ്പി, ദേ മേ ഡെവലപ്പ് ഡയൂറിറ്റിക് ഇൻഡ്യൂസ്ഡ് ഗൗട്ട്. മറ്റേ അക്യൂട്ട് അറ്റാക്ക് വരുന്നതിന് മുന്നേ തന്നെ അവർക്ക് മെറ്റോഫേഷ്യസ് ഗൗട്ട് വരും. ഓക്കെ, ഡയൂറിറ്റിക് ഇൻഡ്യൂസ്ഡ് ഗൗട്ട് പറയുന്നത് ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് ഉള്ള പേഷ്യൻസ് ടേക്കിംഗ് തൈസൈഡ് തെറാപ്പി. ഓക്കെ, അത് മറ്റേ പടത്തിൽ അതാ കാണിച്ചത്, ഇവിടെ എഴുതിയിട്ടുണ്ടോ? ഈ പേഷ്യന്റ് അങ്ങനെയാണ്. Diuretic induced gout in a patient with pre-existing nodal osteoarthritis. Okay. ഈ ഡ്രഗ്സ് ഓർമ്മയുണ്ടല്ലോ, ഏതൊക്കെയാന്ന് പറയാ? Cyclosporin, low-dose aspirin, thiazide, ethambutol, alcohol, pyrazinamide. ആസ്പിരിൻ ലോ ഡോസിലാണ്, അത് ഹൈ ഡോസ് ഇതല്ല, പ്രസിപ്പിറ്റേറ്റ് ചെയ്യത്തില്ല എന്നുണ്ട്. പിന്നെ അടുത്ത ഇൻവെസ്റ്റിഗേഷൻസ്. ഇൻവെസ്റ്റിഗേഷൻ ഒന്നുമില്ല, എളുപ്പം സൈനോവൽ ഫ്ലൂയിഡ് ആസ്പിറേഷൻ ചെയ്യും. ഈ സൈനോവൽ ഫ്ലൂയിഡ് പോളറൈസ്ഡ് ലൈറ്റ് മൈക്രോസ്കോപ്പി ചെയ്യുമ്പോൾ യു ക്യാൻ സി നെഗറ്റീവ്ലി ബൈ റിഫ്രഞ്ചന്റ് നീഡിൽ ഷേപ്പ് ക്രിസ്റ്റൽസ്. നീഡിൽ ഷേപ്പ് ക്രിസ്റ്റൽസ് ആണ് നെഗറ്റീവ്ലി. അതെന്താണെന്ന് ചോദിച്ചിട്ട് ഇതുണ്ടോ പടം? നെഗറ്റീവ്ലി ബൈ റിഫ്രഞ്ചന്റ് നീഡിൽ ഷേപ്പ് ക്രിസ്റ്റൽസ് ആണ് കാണുന്നത് പോളറൈസ്ഡ് ലൈറ്റിൽ. ഓക്കെ, കണ്ടോ? പിന്നെ പോളറൈസ്ഡ് ലൈറ്റ് മൈക്രോസ്കോപ്പിയിൽ നോക്കുമ്പോൾ യു ക്യാൻ സി നെഗറ്റീവ്ലി ബൈ റിഫ്രഞ്ചന്റ് നീഡിൽ ഷേപ്പ് ക്രിസ്റ്റൽസ്. പിന്നെ നമുക്ക് അക്യൂട്ട് ഗൗട്ടിൽ ഈ സൈനോയിഡ് ഫ്ലൂയിഡ് ടേർബിഡ് ആയിരിക്കും ബിക്കോസ് ഓഫ് ഇൻക്രീസ് ന്യൂട്രോഫിൽ കൗണ്ട്. മറ്റേ ക്രോണിക് ഗൗട്ടിൽ വൈറ്റ് കളർ ആയിരിക്കും. നേരത്തെ പടത്തിൽ കണ്ടില്ല അക്യൂലിയസ് ടെൻഡന്റെ അവിടെ വന്നത്, അവിടെ വൈറ്റ് കളർ ആയിരുന്നു ബിക്കോസ് ഓഫ് യൂറേറ്റ് ക്രിസ്റ്റൽസ് ഒക്കെ ഉള്ളതുകൊണ്ട്. ഓക്കെ, പിന്നെ എന്താ ESRും CRP ഒക്കെ എലിവേറ്റഡ് ആയിരിക്കും. അക്യൂട്ട് ഗൗട്ടിൽ എലിവേറ്റഡ് ആയിരിക്കും.
ബട്ട് ഇറ്റ് സബ്സൈഡ്സ്. അറ്റാക്ക് കഴിയുമ്പോഴത്തേക്ക് അത് സബ്സൈഡ് ചെയ്യും. ക്രോണിക്കിൽ പക്ഷെ കോൺസ്റ്റന്റ്ലി എലിവേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ മനസ്സിലായല്ലോ, ESR and CRP എലിവേറ്റഡ് ആയിരിക്കും, രണ്ടിലും എലിവേറ്റഡ് ആയിരിക്കും, പക്ഷെ അക്യൂട്ടിൽ അറ്റാക്ക് കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് സബ്സൈഡ്സ്. ഓക്കെ. പിന്നെ എക്സ്റേ ഇവിടെ നോർമൽ ആയിരിക്കും. ഇവിടെ വെൽ ഡിമാർക്കേറ്റഡ് ഇറോഷൻസ്, ഞാൻ ഓരോന്നിനും പടം കാണിച്ചു തരാം, നോക്കി വെച്ചോ. വെൽ ഡിമാർക്കേറ്റഡ് ഇറോഷൻസ്, പഞ്ച്ഡ് ഔട്ട് ലീഷൻസ് കാണാൻ പറ്റും. ആ സ്ക്ലിയറോട്ടിക് ബോർഡർ, അതാണ് വെൽ ഡിമാർക്കേറ്റഡ് ഇറോഷൻസ് ആണ്, സ്ക്ലിയറോട്ടിക് ബോർഡർ ആയിരിക്കും. പിന്നെ ഓവർ ഹാങ്ങിങ് എഡ്ജസ് കാണാൻ പറ്റും. പിന്നെ ഈ ടോഫി നമുക്ക് സോഫ്റ്റ് ടിഷ്യൂ ഡെൻസിറ്റി ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ജോയിന്റ് സ്പേസ് ഒക്കെ പ്രിസർവ്ഡ് ആയിരിക്കും. ഞാൻ പടം ഇത് ടെക്സ്റ്റിലുള്ള പടവാ, കാണുന്നുണ്ടോ പഞ്ച്ഡ് ഔട്ട് ലീഷൻസ്? ക്ലിയർ അല്ല, കാണുന്നുണ്ടോ? ചെറുതായിട്ട്. ഇതാ ഇതില് കാണാം. പഞ്ച്ഡ് ഔട്ട് ലീഷൻസ്. പിന്നെ ഇവിടെ സ്ക്ലിറോട്ടിക് ഓവർ ഹാങ്ങിങ് എഡ്ജസ്, ഇതും ഇതിൽ ഗൗട്ടിൽ കാണുന്നതാണ്. ഇതുണ്ട്. പിന്നെ പ്രിസർവ്ഡ് ജോയിന്റ് സ്പേസ് എല്ലാം പ്രിസർവ്ഡ് ആയിരിക്കും. പിന്നെ ടോഫി മറ്റേ സോഫ്റ്റ് ടിഷ്യൂ ഡെൻസിറ്റി ആയിട്ട് കാണുന്ന, സോഫ്റ്റ് ടിഷ്യൂ ഡെൻസിറ്റി ആയിട്ട് നമുക്ക് കാണാം. പിന്നെ ഇവിടെയൊക്കെ കാണാമല്ലോ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഫീച്ചേഴ്സ്. എന്തൊക്കെയായിരുന്നു പറഞ്ഞ എക്സ്റേ ഫൈൻഡിങ്സ് ഇൻ ക്രോണിക് ടോഫേഷ്യസ് ഗൗട്ട്? പഞ്ച്ഡ് ഔട്ട് margin, soft tissue density, sclerotic border, bones, overhanging edge, preserved joint space. ഒക്കെയാണ് ഫീച്ചേഴ്സ്. മറ്റേ അക്യൂട്ട് ഗൗട്ടില് നോർമൽ ആണ് എക്സ്റേ ഫൈൻഡിങ്. അടുത്ത മാനേജ്മെന്റ്, ഇതാണ് ഇമ്പോർട്ടന്റ്, കുറെ തവണ ചോദിച്ചോട്ടെ? നമ്മൾ യൂറിക് ആസിഡ് ചെക്ക് ചെയ്യണ്ടേ? യൂറിക് ആസിഡ് ലെവൽ ബ്ലഡിൽ ചെക്ക്, ബ്ലഡിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ബ്ലഡില് യൂറിക് ആസിഡ് ലെവൽ ചെക്ക്, അതല്ലേ ഞാൻ പറഞ്ഞ മോർ ദാൻ 6.8 ആണെങ്കിൽ ഇവിടെ പറഞ്ഞില്ലല്ലേ, നേരത്തെ പറഞ്ഞു. സോറി ഇതോടെ പറയണം. മെയിൽസിൽ നോർമൽ എന്തോ 3.3 to 6.8, ഫീമെയിൽസിൽ 2.4 to 6 ആണ്. പിന്നെ ഈ മെറ്റബോളിക് സിൻഡ്രോം ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ട് ഗൗട്ട് വരാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ RFT, പിന്നെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ, ലിപ്പിഡ് ലെവൽ ഒക്കെ നോക്കണം, അതും പറയുന്നുണ്ട്. പിന്നെ ചിലടത്ത് ടെക്സ്റ്റിലൊന്നും ഇല്ല, മറ്റേ യൂറിനിൽ നോക്കും, യൂറിക് ആസിഡ് ലെവൽ നോക്കും എന്നൊക്കെ പറയുന്നുണ്ട്. യൂറിനിൽ നോക്കുകയാണെങ്കിൽ അവിടെ നോർമല് മോർ ദാൻ 11 mg/kg/day യൂറിക് ആസിഡ് ആണ് നോർമൽ കേട്ടോ. ടെക്സ്റ്റിലൊന്നും ഇല്ല. പിന്നെ മാനേജ്മെന്റ് ആദ്യം അക്യൂട്ട് ഗൗട്ടിന്റെ മാനേജ്മെന്റ് ആണ്. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് 3 ഡ്രഗ് ആണ്, ഓറൽ കോൾഷിസിൻ, ഓറൽ NSAID, ഓറൽ പ്രെഡ്നിസോളോൺ. കോൾഷിസിൻ ആണ് പ്രിഫേർഡ് ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് എന്ന ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത്. കോൾഷിസിൻ ആണ്. പിന്നെ കോൾഷിസിൻ 0.5 mg ട്വൈസ് ഡെയിലി ആണ് കൊടുക്കുന്നത്. പിന്നെ കോൾഷിസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ MCQൽ ഞാൻ കണ്ടായിരുന്നു. അത് ഇൻഹിബിറ്റ്സ് മൈക്രോട്യൂബ്യൂൾ അസംബ്ലി ഇൻ ന്യൂട്രോഫിൽ എന്ന് പറഞ്ഞു. ഒറ്റ ലൈനേ ഉള്ളൂ, ഇതൊന്നും മനസ്സിലായില്ല. ഓക്കെ, അപ്പം ഇത് 3 ഡ്രഗ് ആണ് അക്യൂട്ട് ഗൗട്ടിൽ നമ്മൾ കൊടുക്കുന്നത്, ഓറൽ കോൾഷിസിൻ, NSAIDs, പ്രെഡ്നിസോളോൺ. ഇപ്പം പ്രെഡ്നിസോളോൺ എൽഡർലി പേഷ്യൻസിൽ പ്രിഫർ ചെയ്യുന്ന പ്രെഡ്നിസോൾ ആണ്, കാരണം അവർക്ക് മറ്റേ NSAID കോൾഷിസിനും കാരണം ടോക്സിസിറ്റി, റിസ്ക് ഓഫ് ടോക്സിസിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ടോക്സിസിറ്റി വിത്ത് NSAID ആൻഡ് കോൾഷിസിൻ ഇൻ എൽഡർലി. ഓക്കെ, അതുകൊണ്ട് അവർക്ക് ചോയ്സ് ഇതാണ്.
ഡ്രഗ് ഓഫ് ചോയ്സ് ഇതാണ്, പ്രെഡ്നിസോലോൺ ആണ്. ഓക്കെ, എൽഡർലിയില്. പിന്നെ അത് കൂടാ ഈ മെയിനായിട്ട് ഇത് മൂന്നും ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ, ഇത് മൂന്നും. പിന്നെ അത് കൂടാതെ കുറച്ച് ഡ്രഗ് പറയുന്നുണ്ട്, ഇന്റർലൂക്കിൻ 1 ബീറ്റ ഇൻഹിബിറ്റർ, ഓക്കെ, അനാക്കിനുമാബും അനാക്കിൻഡ്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടോ. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ബട്ട് ഇറ്റ് ഇസ് എഫക്റ്റീവ്. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇപ്പം ക്ലിനിക്കൽ പ്രാക്ടീസിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, പിന്നെ പെയിൻ റിലീഫിന് നമുക്ക് ഐസ് പാക്സ് വെക്കാം, ജോയിന്റ് ആസ്പിറേഷൻ ചെയ്യാം, മറ്റേ ക്രിസ്റ്റൽസ് ഒക്കെ ആസ്പിറേറ്റ് ചെയ്ത് കളഞ്ഞാൽ പെയിൻ കുറയും. പിന്നെ ഇൻട്രാ ആർട്ടിക്കുലർ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഇഞ്ചക്ഷൻ പറയുന്നുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇത്രയാണ് ഓർക്കേണ്ടത്. ഓക്കെ. പിന്നെ ക്രോണിക് ഗൗട്ടിലാണെങ്കിൽ ലോങ് ടേം തെറാപ്പിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സാന്തൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ എന്തായിരിക്കും? അല്ലോപ്യൂരിനോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, ഒരു സാന്തൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ ആണ് അല്ലോപ്യൂരിനോൾ. ഇത് സ്റ്റാർട്ടിംഗ് ഡോസ് 100 mg per DL ആണ് കൊടുക്കുന്നത്. പിന്നെ അത് കൂട്ടി കൊണ്ടുവരണം. എവറി 4 weeks യു ഹാവ് ടു ഇൻക്രീസ് ഇറ്റ് ബൈ 100 mg per DL. ഓക്കെ, പിന്നെ ടിൽ 900 mg വരെ കൂട്ടണം. ഓക്കെ, എൽഡർലിയിലാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഡോസ് 50 mg per DL ആണ് കൊടുക്കുന്നത്, കാരണം അവർക്ക് ടോക്സിസിറ്റി അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 50 mg per DL കൊടുക്കണം. പിന്നെ എവറി 4 weeks 50 mg വെച്ച് കൂട്ടിയാൽ മതി. ഓക്കെ, അങ്ങനെയാണ് അല്ലോപ്യൂരിനോളുടേത്. പിന്നെ ഇവിടെ ക്രോണിക് ഗൗട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എയിം എന്താണ്? ഈ സെറം യൂറിക് ആസിഡ് ലെവല് ബിലോ 6 mg per DL നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മുടെ എയിം. ഓക്കെ, ലോങ് ടേം തെറാപ്പിക്ക് കൊടുക്കുന്ന ഏറ്റവും പ്രിഫറബിൾ ഡ്രഗ് അല്ലോപ്യൂരിനോളാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ സൈഡ് എഫക്ട്സ് അലോപേഷ്യ, ബോൺ മാരോ സപ്രഷൻ, ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്നതിന്റെ അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ക്രോണിക് ഗൗട്ട് സമയത്ത് നമ്മൾ അല്ലോപ്യൂരിനോൾ കൊടുക്കുമ്പം എന്ത് പറ്റും? സെറം യൂറിക് ആസിഡ് ലെവൽ കുറയുന്ന സമയത്ത് നമുക്ക് അക്യൂട്ട് ഗൗട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. മറ്റേ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഹൈപ്പർ യൂറിക് പേഷ്യൻസിൽ ഇവിടെ അക്യുമുലേറ്റ് ചെയ്തിരിക്കുക യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് കാർട്ടിലേജില്. അപ്പം യൂറിക് ആസിഡ് ആ സെറം ലെവൽ പെട്ടെന്ന് കുറയുമ്പോൾ അവർക്ക് ഇത് അറ്റാക്ക് വരും, അറ്റാക്ക് ട്രിഗർ ചെയ്യും കേട്ടോ. there is any alteration serum uric acid level, acute attack trigger ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അത് കാരണമാണ് ഈ അല്ലോപ്യൂരിനോൾ കൊടുക്കുമ്പോൾ ഇനിഷ്യൽ ട്രീറ്റ്മെന്റ് സമയത്ത് അവർക്ക് അക്യൂട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ അക്യൂട്ട് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ അവിടെ കൊടുത്ത ഡ്രഗ് തന്നെ, അക്യൂട്ട് അറ്റാക്കിന് കൊടുത്ത ഡ്രഗ് തന്നെ, ഓറൽ കോൾച്ചിസിൻ അല്ലെങ്കിൽ NSAID കൊടുക്കാം. 0.5 mg കോൾച്ചിസിൻ 0.5 mg ട്വൈസ് ഡെയിലി ആയിട്ട് കൊടുക്കാം. പിന്നെ ആനുവൽ സെറം യൂറിക് ആസിഡ് ലെവൽ മോണിറ്ററിങ് ചെയ്യണം. ഓക്കെ, അല്ലോപ്യൂരിനോൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് അക്യൂട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ അവിടുത്തെ പറയണം, ഇതേപോലെ അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും ഇവിടെ കയ്യിൽ ഈ മരുന്ന് വെച്ചേക്കണം എന്ന് പറയണം. കോൾച്ചിസിൻ, NSAID, പ്രെഡ്നിസോലോൺ ഒക്കെ വെച്ചേക്കാൻ പറയണം, ഈ അറ്റാക്ക് വരുമ്പോൾ കഴിക്കാൻ. അങ്ങനെ ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് സാന്തൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് യൂസ്ഡ് ആർ ഫെബുക്സോസ്റ്റാറ്റ്. പിന്നെ അത് 80 mg per DL ആണ് സ്റ്റാർട്ടിംഗ് ഡോസ് കൊടുക്കുന്ന. അത് 120 mg per DL വരെ ഇൻക്രീസ് ചെയ്യാം. സെറം യൂറിക് ആസിഡ് ലെവൽ നോർമൽ ആവുന്ന വരെ ഇൻക്രീസ് ചെയ്താൽ മതി, അത് കഴിഞ്ഞ് നിർത്താം കേട്ടോ. പിന്നെ ഇത് കൊടുക്കുന്ന എപ്പോഴും അല്ലോപ്യൂരിനോൾ കോൺട്രാൻഡിക്കേറ്റഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ അൺറെസ്പോൺസീവ് ടു ട്രീറ്റ്മെന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഒത്തിരി കൂടാണെങ്കിൽ നമുക്ക് ഫെബുക്സോസ്റ്റാറ്റ് കൊടുക്കാം. അത് എഫക്റ്റീവ് ആണ്. ഓക്കെ, പിന്നെ യൂറിക് ഡ്രഗ്സ് പറയുന്നുണ്ട്. മെയിൻ ആയിട്ട് പ്രൊബെനസിഡും ബെൻസ്ബ്രോമാറോണും, ഇതാണ് രണ്ടുമാണ് കൊടുക്കുന്നത്. ഈ യൂറിക് ഡ്രഗ് എന്താ ചെയ്യുന്നത്? യൂറിനിൽ യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ കൂട്ടും. അപ്പം നമുക്ക് റീനൽ സ്റ്റോൺസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇപ്പൊ റീനൽ സ്റ്റോൺസ് വരാൻ ചാൻസ് കൂടുതലായിട്ട് ഇറ്റ് ഇസ് കോൺട്രാൻഡിക്കേറ്റഡ് ആൻഡ് റീനൽ ഇമ്പയർമെന്റ് ആൻഡ് ഓൾറെഡി റീനൽ സ്റ്റോൺസ് ഉള്ള ആൾക്കാരിൽ ഇത് കോൺട്രാൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, ഇതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതല്ലേ ഗൗട്ടിന്റെ? എന്നാണ് ക്രോണിക്കല്. അല്ലോപ്യൂരിനോൾ നമ്മൾ അക്യൂട്ട് കൊടുക്കത്തില്ല കേട്ടോ, അത് തെറ്റിപ്പോലെ.
അല്ലോ അക്യൂട്ടിലാകപ്പാടെ കോൾസ് ഏതൊക്കെയാ പറ? 3 എണ്ണം. NSAID, colchicine. ശരി ആ. പിന്നെ പിന്നെ prednisolone. Prednisolone, oral prednisolone. ക്രോണിക്കിലാണ് നമ്മൾ സാന്തൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ പറഞ്ഞ അല്ലോപ്യൂരിനോളും Uricose. പിന്നെ യൂറികോസ് ഡ്രഗ്സ് പ്രൊബെനസിഡും ബെൻസ്ബ്രോമറോണും. ഇത് നമുക്ക് കൊടുക്കാം, പക്ഷെ ഈ റീനൽ എംപയർമെന്റ് ഉള്ള ആൾക്കാരിൽ കൊടുക്കരുത്. റീനൽ സ്റ്റോൺസ് ഉള്ളവരിലൊന്നും കൊടുക്കരുത്. കാരണം കാൽക്കുലി ഉണ്ടാവാൻ സ്റ്റോൺസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ. പിന്നെ ഇത് കൊടുക്കുമ്പോൾ എപ്പോഴും യു ഹാവ് ടു മെയിൻറ്റെയിൻ ഹൈ ഫ്ലൂയിഡ് ഇൻടേക്ക്. ഇത് പറയണം പേഷ്യൻ്റെ അടുത്ത്. ഹൈ ഫ്ലൂയിഡ് ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, വെള്ളം കുടിക്കണം എന്ന് പറയണം. പിന്നെ ടോഫേഷ്യസ് ഗൗട്ട് റെസിസ്റ്റന്റ് ടു സ്റ്റാൻഡേർഡ് തെറാപ്പി. ഇപ്പൊ ഇതൊന്നും കൊടുത്തിട്ട് എഫക്ട് ചെയ്യുന്നില്ല. റിഫ്രാക്ടറി ടോഫേഷ്യസ് ഗൗട്ട് ആണെങ്കിൽ പെഗ്ലോട്ടിക്കേസ് എന്ന് പറഞ്ഞ ഡ്രഗ് കൊടുക്കുക. അത് IV ഇൻഫ്യൂഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. എവറി 2 weeks for 6 months. ഓക്കെ. പെഗ്ലോട്ടിക്കേസ് IV ഇൻഫ്യൂഷൻ എവറി 2 weeks 6 മാസം വരെ കൊടുക്കും. ഓക്കെ. പിന്നെ ലൊസാർട്ടാൻ എന്ന് പറയുന്ന ഒരു ഡ്രഗ്, അത് ആന്റി ഹൈപ്പർടെൻസീവ് ഓഫ് ചോയ്സ് ഇൻ ഗൗട്ട്. ഗൗട്ടുള്ള പേഷ്യൻസിൽ ആന്റി ഹൈപ്പർടെൻസീവ് ആയിട്ട് കൊടുക്കുന്നത് ലൊസാർട്ടാൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇതൊരു ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ ആണ്, AR ബ്ലോക്കർ ആണ്. ഓക്കെ. പിന്നെ ലൈഫ് സ്റ്റൈൽ മെഷേഴ്സ് പറഞ്ഞു കൊടുക്കണം. ഹൈ പ്യൂരിൻ കണ്ടെയ്നിങ് ഡയറ്റ് കഴിക്കരുത്. യൂറിക് ആസിഡ് ലെവൽ കൂടുതലുള്ള ആൾക്കാരിൽ എല്ലായിടത്തും നമ്മൾ പറയണം ഇതുപോലെ പ്യൂരിൻ കണ്ടന്റ് കൂടുതലുള്ള ആൽക്കഹോള്, പിന്നെ റെഡ് മീറ്റ്, സീ ഫുഡ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കരുത്. പിന്നെ ചില വെജിറ്റബിൾസ് ഉണ്ട്, കോളിഫ്ലവർ, മഷ്റൂം അങ്ങനത്തെ സാധനങ്ങളൊന്നും മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്ന് പറയണം. പിന്നെ ഡ്രഗ്സ് പ്രെസിപിറ്റേറ്റിംഗ് ഗൗട്ട് ഞാൻ പറഞ്ഞില്ലേ, കാണ്ട് ലീപ്, ആ സാധനങ്ങൾ കാണ്ട് ലീപ് മോണിക് വെച്ച് പഠിച്ചില്ലേ, ആ ഡ്രഗ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ ഒബിസിറ്റി ഇസ് എ റിസ്ക് ഫാക്ടർ, അതുകൊണ്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ. ഇത് വേണ്ട, ഇത് ഞാൻ ടെക്സ്റ്റ് ഒന്നും ഇല്ല, പറയണോ? അത് ഇത് എന്ന് പറയുന്നത് ഇതൊരു മറ്റേ ക്രിസ്റ്റൽ ഇൻഡ്യൂസ്ഡ് ആർത്രൈറ്റിസ്. ഈ ഗൗട്ട് ഒരു ക്രിസ്റ്റൽ ഇൻഡ്യൂസ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞില്ലേ. വേറെ എക്സാമ്പിൾസ് ആണ് ഈ കാൽഷ്യം പൈറോഫോസ്ഫേറ്റ് ഡെപ്പോസിഷൻ ഡിസീസ്, പിന്നെ കാൽഷ്യം ഓക്സലേറ്റ്, കാൽഷ്യം ഹെപ്പറ്റൈറ്റ് ഡെപ്പോസിഷൻ ഡിസീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ അക്യുമുലേറ്റ് ചെയ്യും. വേണ്ട. ഇവിടെ ഓർത്തിരിക്കുന്ന വെച്ചാൽ എക്സ്റേയിൽ നമുക്ക് ഇതേപോലെ കോൺട്രോ കാൽക്കിനോസിസ്, ലീനിയർ കാൽസിഫിക്കേഷൻ കാണാൻ പറ്റും. ഇതുണ്ടോ ലീനിയർ കാൽസിഫിക്കേഷൻ? കാണാവോ? ഒരു ലൈൻ, ഒരു വൈറ്റ് ലൈൻ. ഡിസീസിന്റെ പേരാണ് കാൽഷ്യം പൈറോഫോസ്ഫേറ്റ് ഡെപ്പോസിഷൻ ഡിസീസ്, CPPD ഡിസീസ് അല്ലെങ്കിൽ സൂഡോഗൗട്ട്. ഓക്കെ. ഇതിൽ മറ്റേന്ന് വെച്ചാൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇത് എൽഡർലിയിലാണ് കാണുന്നത്, പിന്നെ നീ ജോയിന്റിലാണ് ഇത് കോമൺ ആയിട്ട് കാണുന്നത്. ഡിഫറൻസ് അല്ല, നീ ജോയിന്റിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ എക്സ്റേയിൽ ഇത് ലീനിയർ കാൽസിഫിക്കേഷൻ ആണ് ഫൈൻഡിങ്. പിന്നെ ഇവിടെ പോസിറ്റീവ്ലി ബൈറെഫ്രൻജന്റ് റോംബോയിഡ് ക്രിസ്റ്റൽസ് ആണ് കാണുന്നത്. മറ്റേടത്ത് എന്തായിരുന്നു, നെഗറ്റീവ്ലി ബൈറെഫ്രൻജന്റ് നീഡിൽ ഷേപ്പ് ക്രിസ്റ്റൽസ് ആണ് കണ്ടത്. ഇവിടെ പോസിറ്റീവ്ലി ബൈറെഫ്രൻജന്റ് റോംബോയിഡ് ക്രിസ്റ്റൽസ് ആണ് കണ്ടത്. അടുത്ത ലിങ്ക് എടുക്കണോ? ഇപ്പൊ തീരും. കഴിഞ്ഞു. ഇത് 2 ബോക്സ് കൂടെ ഉണ്ട്. അടുത്ത ലിങ്ക് എടുക്കാം. അടുത്ത ലിങ്ക് എടുക്കാം.